അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആങ്ങളെയും പെങ്ങളും നല്ല സംസാരം. ഉമ്മ അത് കേൾക്കുന്നു. ശരിക്കും ഷമ്മാസ് ഉമ്മയുടെ അരികിലേക്ക് നേരെ ഉമ്മയുടെ റൂമിലേക്ക് വന്നു ഉമ്മയുടെ ബെഡിലിരുന്നു. മോനെ, എന്താ ഓള് പറയണത്? ആ കുട്ടീനോട് എത്ര ഞാൻ പറഞ്ഞിട്ടും മനസ്സിലാകാത്തതാണ്. ഉമ്മ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തന്നെ പഠിച്ചോനെ. ആ ഉമ്മ, അത് ഇത്താക്ക് തെറ്റുപറ്റിപ്പോയി. അത് ആർക്കാരും ഉണ്ടാവും. സ്വന്തം ഭർത്താവ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു മെസ്സേജ് നമ്മളെ ഫോണിലേക്ക് വരാണ്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഉമ്മ, ആർക്കായാലും മനസ്സ് വല്ലാതെ അങ്ങോട്ട് പതറുന്നൊരു സംഭവമാണത്. അത് എത്രയൊക്കെ തന്നെ സ്നേഹമുള്ള ആളുകളാണെങ്കിലും ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു പെണ്ണുമായുള്ളൊരു ബന്ധം അല്ലെങ്കിൽ മറ്റൊരു ആണുമായുള്ളൊരു ബന്ധം അത് ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തതാണ്. അത് സഹിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. സഹിക്കാത്ത ആരും അതിനെക്കുറിച്ച് അറിയില്ല. എന്താ വെറുതെ തെറ്റിദ്ധരിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ അത് സഹിച്ച ഏതൊരാണിനും പെണ്ണിനും അത് മനസ്സിലാകും ആ വേദന എന്താണെന്നുള്ളത്. ഉമ്മ, ആ കാര്യം നമ്മുടെ വീട്ടിലുള്ള പലരും അനുഭവിച്ചതാണ്. ഉമ്മക്കറിയോ? മോനെ, എനിക്കറിയടാ, അതിനെക്കുറിച്ചൊന്നും നീ പറയണ്ട. അതെ, ഉമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ നുസൈബ ഒരുപാട് സഹിച്ചതാണ്. കാര്യങ്ങൾ ഉമ്മയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എല്ലാം, അല്ലേ? മോനെ, ശരിയാണടാ. പാവം, ഓളെ മുമ്പൊക്കെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടെന്നില്ലേ? ഉമ്മ, ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അത് മാത്രമല്ല, നവാസ്ഖാൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളും ഇതൊക്കെ ഉള്ളത്. അത് നവാസ്ക്ക് എത്ര വേദനിച്ചിട്ടുണ്ടാവും. മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുക, ബൈക്കിൽ പോകുന്നത് കാണുക, അപ്പോഴവരുടെ മനസ്സൊക്കെ എത്ര വേദനിച്ചിട്ടുണ്ടാവും. ഇനി അവർ ഡൈവോഴ്സ് ചെയ്താലും അത് തന്നെ ആയിരിക്കും. ആ മനസ്സിൽ നിന്ന് ആ വേദന, ആ ഒരു വിങ്ങലങ്ങോട്ട് മാറില്ലമ്മ. അതേ അവസ്ഥ തന്നെയാണ് സാജിത്താക്ക് വന്നത്. പക്ഷേ സാജിത്തയുടെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പായതുകൊണ്ട്, അല്ല, എത്ര സ്വാലിഹായ മനുഷ്യന്മാരാണെങ്കിലും ഇബിലീസ് ഒന്ന് പഴപ്പിച്ചാൽ മതിയല്ലോ. എത്രയോ വലിയ സ്വാലിഹ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഴച്ചാലും മതിയല്ലോ. അവർക്ക് എന്തെങ്കിലും ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാനോ എന്തെങ്കിലും പറയാനോ തോന്നിയാൽ അത് മതി. അത് അവരുടെ ഇണകൾ അറിയുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിക്കും. അത് തന്നെയാണ് സാജിത്യയുടെ ജീവിതത്തിന് സംഭവിച്ചത്. ശരിയാണ് മോനെ, അള്ളാഹു കാക്കട്ടെ. ആ ഉമ്മ, പിന്നെ ഒരു ഉസ്താദിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു പെണ്ണ് പറയാണ്. എന്താ പറഞ്ഞെന്നോ? എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, എൻ്റെ ഭർത്താവ് നല്ലോണം കള്ളു കുടിക്കും എന്നൊരു ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു പെണ്ണ്. അപ്പോൾ ഈ പെണ്ണിനോട് ഉസ്താദ് പറയണേ, അല്ല പെണ്ണേ, നിനക്ക് എന്തിനാ അങ്ങനെ ഒരു ഭർത്താവിനെ? രാത്രിയാകുമ്പോൾ ഒരുപാട് കള്ള് കുടിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനത്തെ ഒരു ഭർത്താവിന് നിനക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ ഈ പെണ്ണ് പറയണു, ഉസ്താദേ, അത് നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കാറൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ നല്ലോണം ചീത്ത പറയും, നന്നായിട്ട് അനാവശ്യമൊക്കെ പറയും, വിളിച്ച് പറയും. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഒഴിവാക്കാം. അങ്ങനെ ഒരു കള്ളുകുടിയനായ ഒരു ഭർത്താവിനെ നിനക്ക് വേണ്ട മോളെ. വേറെ എത്ര ചെക്കന്മാർ നല്ലതുണ്ടാവും എന്ന് പറഞ്ഞു ഉസ്താദ് ഈ ഒരു പെണ്ണിനോട്. അപ്പോൾ പെണ്ണ് പറഞ്ഞത് എന്താണെന്നോ? ഉസ്താദേ, അങ്ങനെ പറയരുത്. എനിക്ക് അങ്ങേ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം മദ്യപിക്കും, അത് ശരിയാണ്. പക്ഷേ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുകയോ അവളോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും എൻ്റെ ഹസ്ബൻഡിനല്ല. അതുകൊണ്ട് എനിക്ക് മദ്യപാനമല്ലേ, അതെങ്ങനെയെങ്കിലൊക്കെ മാറി കിട്ടിക്കോളും. പക്ഷേ മറ്റൊരു പെണ്ണുമായുള്ള ബന്ധമാണെങ്കിൽ അതിൻ്റെ മനസ്സിൽ അത് തീരാത്തൊരു വേദനയായിരിക്കും ഉസ്താദേ, സഹിക്കാൻ കഴിയില്ല അതെനിക്ക്. ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി ചോദിച്ചതാണ്. മനസ്സിലായല്ലോ? നീയും അവനും തമ്മിലുള്ള സ്നേഹബന്ധം. അപ്പോൾ ഒരു മദ്യപാനം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. അതിനുള്ള മരുന്ന് ഞാൻ എഴുതിത്തരാം. പക്ഷേ ഈ ഒരു സ്നേഹബന്ധം അത് എല്ലാവർക്കും കിട്ടണ ഒന്നല്ല. ഏതൊരാണിനും പെണ്ണിനും എന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 3/4 അല്ലെങ്കിൽ ഒരു പകുതി അത്രയധികം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അന്യ സ്ത്രീ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുന്നവരുണ്ടാവും, ഫോൺ ചെയ്യുന്നവരുണ്ടാവും, അവരെ കണ്ട് ചിരിക്കുന്നവരുണ്ടാവും, പരിചയക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിൻ്റെ ഭർത്താവ് അതൊന്നുമില്ലാത്തൊരാളാണെന്ന് നീ പറഞ്ഞു. അപ്പം അതിനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ.
അവൻ്റെ മദ്യപാനം വേഗം മാറാൻ വേണ്ടി ഞാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഉസ്താദ് ഉമ്മ പറഞ്ഞു വിട്ടത്. മോനെ ആടാ, അത് ശരിയാണ്. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ അത് ചിന്തിച്ചു. അതെ, നമ്മളെ മരുമകന് ഒന്നുമില്ലാത്തൊരാളാണ്. ഒന്നെന്ന് വെച്ചാൽ തെറ്റായ രീതിയിൽ ഓൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അവനെന്നെ രക്ഷിക്കാൻ വന്നതാണ്, അവളെന്നെ വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോഴേക്കും മറ്റോള് ഇതുകൊണ്ട് മുതലെടുത്തില്ലേ, അതാണ് സംഭവിച്ചത്. ഓള് എപ്പോഴും ഒരു പടി മുമ്പിലാണ്. എന്തെങ്കിലും നമ്മൾ ആലോചിക്കുമ്പോഴത്തേന് അവൾ ചെയ്യും. എത്ര ആളുകൾക്കുള്ള മെസ്സേജ് അയച്ചേക്കണം ആർക്കറിയാം. എന്തായാലും വേണ്ടില്ല, ഓൾ അറിയണ ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയൂല. പിന്നെ സാജി എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഭാര്യയല്ലേ, ഭാര്യക്കാണ് നേരെ മെസ്സേജ് വന്നിക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ആർക്കായാലും വേദനയും വിഷമവും ഉണ്ടാവും. പെട്ടെന്ന് ഷമ്മാസും ഉമ്മയും സംസാരിക്കുന്ന റൂമിലേക്ക് അതാ സാജി കടന്നു വരുന്നു. ഉമ്മ. ആ മോളെ, ഒക്കെ ശരിയായില്ലേ, റാഹത്തായില്ലേ? ഉമ്മ എന്ത് ചെയ്യാം, എനിക്ക് അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു. പക്ഷേ ഉമ്മ, എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. എനിക്ക് 2-3 ദിവസം ഇവിടെ നിന്നപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ തോന്നണമ്മ. മോളെ, ഏറ്റവും നല്ലത് ഹൈറായത് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിൽ എത്ര തന്നെ സുഖം ഉണ്ടായാലും എങ്ങനെ ജീവിക്കുകയാണെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് വെച്ചാൽ അതുതന്നെയാണ് വല്ലാത്തൊരു റാഹത്ത്. കാരണം അത് ഒരു പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും നിക്കാഹ് ചെയ്ത ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട് മോളെ. ഉമ്മ, എനിക്ക് അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ടാണ്. മോളെ, എനിക്കറിയാം, ഒക്കെ മനസ്സിലായി, സാരല്ല. അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ഓരോ ഫിത്നയും ഫസാദും ഉണ്ടാക്കുവാൻ വേണ്ടി എത്രയോ ഇബിലീസുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ അതിന് തൊട്ടൊക്കെ കാവലിനെ തേടുക, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, അതേ നടക്കുള്ളൂ. കാരണം എല്ലാ ഇബിലീസിൻ്റെ കളികളാണിപ്പോൾ, ഒന്നും നല്ലതായിട്ടില്ലല്ലോ. ഇങ്ങനെ എത്ര എണ്ണത്തിനെ നമ്മൾ പറ്റിക്കുന്നുണ്ട് ആർക്കറിയാം. പഠിച്ചോനെ, ഏതായാലും എൻ്റെ നവാസ് ആ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓളെങ്ങാനും ഇവിടെ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഓന് സമാധാനം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. ആ കുട്ടികളെ നോക്കിയിട്ടും അങ്ങനെ ജോലിക്കും ശരിക്കും പോകാൻ പറ്റില്ല, ആ സ്ഥിതിയിലായിരിക്കും ഓൻ്റെ സ്ഥിതി. അൽഹംദുലില്ലാ, പഠിച്ചോനെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് സൗദരി നമുക്ക് തന്നത്. അവർ പോയതും അവിടെ ജീവിക്കട്ടെ. ഇനി വിസിറ്റിംഗ് എടുത്ത് പോയതാണ്, പക്ഷേ വിസിറ്റിംഗ് അല്ല, കുറച്ചാണ് നിന്നോട്ടെ, അവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കട്ടെ. ഓനിപ്പോൾ എന്താ അവിടെ ജോലി സെറ്റ്, ഓനിപ്പോൾ എവിടെയായാലും ഓൻ്റെ സാലറി ഓനക്ക് കിട്ടും. സൗദിയത്തത് അത് കിട്ടും. പിന്നെ തഞ്ഞിപ്പോൾ ദുബായിൽ ഇത് തുടങ്ങാൻ നിൽക്കുകയാണ്. എവിടെയെങ്കിലും പൈസ അക്കൗണ്ടൊക്കെ എത്തുന്നുണ്ടല്ലോ, എങ്ങനെയായാലും ജീവിച്ചാൽ പോരെ. ഓൻ്റെ സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ എല്ലാം മാനേജ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു. അത്ര കുഴപ്പക്കാരൊന്നല്ല. അവിടെ നിൽക്കട്ടെ ഓല് കുറച്ച്. കാരണം മറ്റോള് തെരഞ്ഞു വരും, ഇനിയും വരുവേ. ഓരോരോ ഓളും കണ്ട് ഇടങ്ങാറാക്കാനായിട്ട് നടക്കുകയാണ്. എൻ്റെ റബ്ബേ, ഇങ്ങനൊരു മുസീബത്ത് ഇല്ലാത്തൊരു ആ ജമീലാനെ മരുവോൾ എനിക്ക് തീരെ വിശ്വാസമില്ല. ഓൾ അതിനേക്കാളും വലത്താണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു നിർദ്ദേശങ്ങളും ഇവിടുത്തെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതങ്ങനെ ഈ ഫോണിൽ കൂടെ വിടുകയാണ്. അത് മറ്റോൾക്ക് വിട്ടുകൊടുത്ത് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഏതായാലും റഹ്മാനെ നീ കാക്ക്, പഠിച്ചോനെ. അല്ല മോനെ, ആ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഉമ്മ അതൊരു ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കോടതിയുമായിട്ട് തന്നെ എന്തായാലും ബന്ധപ്പെടേണ്ടി വരും. അവളതിന് ഒരു അല്ലെങ്കിൽ സൈൻ ചെയ്ത് വിട്ടാൽ മതി, ഒരു ഒപ്പും ഒന്നുമില്ല. ഇവിടെ നമ്മൾ അയക്കായിട്ടില്ലല്ലോ മോനെ. ഒക്കെ അപകടനാടാ, പേടി. നമ്മളെ ഭാഗം ഒഴിവാക്കുക, നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക, പിന്നെ അവൾ എന്തെങ്കിലും കാട്ടിക്കോട്ടെ. എന്നാലതാ ഫസീലയുടെ നാത്തൂൻ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മയുടെ നമ്പർ അവരുടെ അടുക്കലുണ്ടായിരുന്നു. ഹലോ താത്ത, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഫസീലാൻ്റെ ഉമ്മല്ലേ? ഒരു നിമിഷം ഉമ്മാക്ക് മനസ്സിലായില്ല, ഒന്ന് ഞെട്ടിപ്പോയി. ആയിരുന്നു ഇതേ ഞാനോളെ നാത്തൂനാണ്, ഞങ്ങൾ വേറെ പാർക്കണ നാത്തൂനേ. അല്ല, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പിന്നെ ഓളെന്തേ ഉണ്ടാക്കി കൂട്ടിക്കണോ? എനിക്കും ആ ഒരു മെസ്സേജ് കിട്ടിക്കണ്. ഞാൻ ആ ഒരു വോയിസ് ഞാൻ കേട്ടതാണ്, ഓളെ മെസ്സേജ്. എന്താ നിങ്ങൾ വീട്ടിലത്തെ അളിയനോളെ കയറി പിടിച്ചോന്നോ? എന്തൊക്കെയാണ് പറഞ്ഞ് കേൾക്കണ്ടല്ലോ. പൊന്നു മോളെ, അത് ഒക്കെ വെറും ഉണ്ടാക്കിയ ഓരോ കെട്ട് കഥകൾ മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല.
താത്ത എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ നാത്തൂനായതുകൊണ്ട് ഞാൻ പറയില്ല. പറ്റ മോശം എന്ന് വെച്ചാൽ പറ്റ മോശം. എൻ്റെ നാത്തൂൻ്റെ ആങ്ങളോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഓൾ ഇങ്ങനെ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? ഓൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുകയാണ്. ആ ജീവിക്കണം, ജീവിച്ചോട്ടെ, ഓളെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്നിട്ടും എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തേക്ക് അവൾ കടന്നു വരുന്നത്? ഞാനതാ ചോദിക്കണത്. നിങ്ങളെ മരുവനെ പറ്റി ഞാൻ കേട്ടിക്കണ്, ഓള് പറഞ്ഞ് ഞാൻ കേട്ടിക്കണ്. നല്ലൊരു മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ. അപ്പം അതിനൊന്ന് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടേ ഓള് പലതും പ്രയോഗിക്കണുണ്ടാവും. ഇനിയും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കരുതാൻ പറയണം ഓളത്. ഈ വീട്ടിലായിരുന്നല്ലോ, ഇടങ്ങാറായി പോയിരുന്നു. ഞാൻ നല്ല പണിയും കൊടുത്തിരുന്നു ഓൾക്ക്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഓള് വരെ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയതല്ലേ. വേറൊരുത്തൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നതോ കാറിൽ പോണൊക്കെ കണ്ടിക്കണ ആൾക്കാർ വിളിച്ച് പറയും, എടാ എൻ്റെ പെങ്ങളല്ല പോണത്, എൻ്റെ പെങ്ങളെന്താ ഇങ്ങനെ എന്ന്. ഇത് മടുത്തിക്കണതിന് ഓളെ കാര്യത്തിൽ. ആദ്യം നല്ലോണം നോക്കിയിരുന്നു, ഓൾക്കുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും ഒരു പെങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല നോട്ടായിരുന്നു. ഞങ്ങളെ വരെ അത്ര നോക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പെങ്ങളാന്ന് വിചാരിച്ചിട്ട് അത്ര കൊഞ്ചിക്കണ്ടട്ടാ. പെങ്ങളായാലും കെട്ടിച്ച വീട്ടിലാണ് നിൽക്കേണ്ടത്, അവിടെയാണ് ഓൾക്ക് നല്ലത്. പക്ഷേ ഓളെന്താ കുട്ടികളെയും കൊണ്ടുപോകില്ല ഓരോ പരിപാടിക്കായിട്ടും അങ്ങനെ ഓളെ ഇഷ്ടം പോലെ ആയിട്ട്. ഇപ്പം ഏതായാലും ഓളെ മട്ടം പോലുള്ള ജീവിക്കുന്നുണ്ട്. എന്തൊക്കെയാവും, ഏതാ ഒരു ചങ്ങായിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞത്. അയാളിപ്പോൾ പെട്ടിട്ടുണ്ടാവും, ഇടങ്ങാറായിട്ടുണ്ടാവും. ഏതായാലും നമുക്ക് ഒരു ഇതും ഇല്ല കേട്ടോ. നിങ്ങളെ മരുമകൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു തെറ്റിദ്ധാരണയും കാര്യമില്ല. കാരണം നമ്മളങ്ങനെ നമുക്കറിയാലോ അതിനെക്കുറിച്ച്. അതിൻ്റെ പിന്നിൽ ഓളെ ബുദ്ധി എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സൈസ് ബുദ്ധിയാണ്. ഒരു മനുഷ്യനെ ശരിക്കും ജീവിക്കാൻ സമ്മതിക്കാതെ ഇടങ്ങാറാക്കുക. അതിനൊക്കെയുള്ള ശിക്ഷ പഠിച്ചോൻ കൊടുത്തോളും. പിന്നെ നമ്മൾ കേസും കാര്യം കൂട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാതും ഈ പെണ്ണുങ്ങളെ ഭാഗത്തല്ലേ, ഓല ഭാഗം വിജയിക്കുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മാപ്പിളിൻ്റെ പെങ്ങളാണ് ഓള്. പക്ഷേ കണ്ണെടുത്താൽ കണ്ടൂടാ. ഞാൻ പറഞ്ഞിരിക്കണം, ഇങ്ങോട്ട് കയറ്റന്നെ ചെയ്യരുത് ഓളെ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെ നമുക്കിവിടെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരിക്കണ്. ആങ്ങൾക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. ആങ്ങൾക്ക് ഇപ്പോഴും ഒരു മൂഡ് ഓഫ് ഒക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു, ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല, അഥവാ അങ്ങോട്ട് കയറ്റണേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നും പറഞ്ഞേക്കണ്. കൂടെ ജീവിക്കാനാവൂല എന്ന് തന്നെ. മോളെ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ഏതായാലും അങ്ങനെയൊക്കെ ആയിക്കിട്ടി. അല്ല നവാസ് വേറെ കല്യാണം കഴിച്ചേക്കണം, അതും അതിനെ കൂടെ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് അതൊക്കെ ഏതായാലും നന്നായി. ഓൾക്ക് നല്ല തിരിച്ചടി കൊടുക്കണം നമ്മളെല്ലാവരും കൂടി. അവിടെ ഒറ്റപ്പെടുത്തിയാൽ തന്നെ സ്വഭാവം നന്നാവുള്ളൂ. ഇത് എല്ലാവരും പേടിച്ച് നിൽക്കുക, അതാണ് സംഭവിക്കുന്നത്. പേരിൽ ഇപ്പോൾ എഴുതി കൂട്ടണമെങ്കിൽ എത്ര കേസാണ് ഉണ്ടാകുക. എത്രങ്ങാനുണ്ട് ആൾക്കാർ ഉപദ്രവിച്ചതും. ഓരോ വേണ്ടാത്ത പണി മുഴുവൻ ഓളെടുക്കും. കുറേ കാലം പറഞ്ഞിനല്ലോ, ഞാൻ ഷമ്മാസിനെ നൊസൈബാൻ ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ സമ്മതിക്കില്ല. ജീവിതത്തിൽ ഞാൻ മണ്ണ് വാരിയിടും. എന്തൊക്കെയോ പറഞ്ഞിന് എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് അഹങ്കാരം ഏറെയാണ്. എൻ്റെ ആങ്ങളുടെ മോളെ കെട്ടാത്തിന്, അതായത് എൻ്റെ മോളെ ഞങ്ങളാരും നിർബന്ധിച്ചോ എന്നല്ല, ഓളെന്നെ പറയണേ ഷമ്മാസിനായിട്ട് കെട്ടിക്കാം, നമുക്ക് ഷമ്മാസിനായിട്ട് കെട്ടിക്കാം. ഷമ്മാസിനെ കെട്ടിച്ചാൽ നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്, നല്ല സ്വഭാവമാണ്, നല്ല പൈസയാണ്, കാണാൻ നല്ല ലുക്കാണ്, മൊത്തത്തിലൊരു പവറാണ്. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഷമ്മാസിനെ കുറിച്ച് പറഞ്ഞിരുന്നീനോ. പിന്നെ എങ്ങനെയും പറഞ്ഞു കേട്ടിരുന്നു കേട്ടോ. ആ ഷമ്മാസിനെ എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് ആ ഒരു പൊട്ടൻ നവാസിനെ കിട്ടിയത്. എനിക്ക് ആ ഷമ്മാസിനെ ഞാൻ ആദ്യം കണ്ടിട്ട് ഓനെ കല്യാണം കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓനോട്, അത്ര ഗ്ലാമറാണ്. അങ്ങനെ പറഞ്ഞ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞേനോ, എന്താ പെണ്ണെ ജി പറയണത്? അല്ല എൻ്റെ എത്ര ഇളയതാണ് ഓനെ. താത്ത ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ അത് പ്രായം കാലം നേരം നോക്കൂല. അതിപ്പോൾ എൻ്റെ ഇളയതായാലും എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഷമ്മാസിൻ്റെ കാര്യത്തിൽ. ഞാൻ അങ്ങനെ വിചാരിക്കും, ഷമ്മാസിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. ഈ നവാസിനെ എനിക്ക് തീരെ ഇഷ്ടമില്ല. എന്താ അറിയില്ല, അയാൾക്കൊരു ഉഷാറ് പോരാ. അങ്ങനെ ഞാൻ ചോദിച്ചൊരു ദിവസം, അല്ല എനിക്ക് പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായത് എന്ന് ഞാൻ ചോദിച്ചു തന്നെയാണ്. പിന്നെ ഓളിത് മേത്ത് കിട്ടത്. ആങ്ങളോട് ചെന്നുകാണ്ട് പറഞ്ഞോ, അതെ ഇവിടെ നമ്മളെ മോളെ ഷമ്മാസിനെ കൊണ്ട് കെട്ടിക്കുക, ഷമ്മാസിനെ കൊണ്ട് കെട്ടിക്കല്ലേ. കുറേ പറഞ്ഞെന്ന് വെച്ചാൽ ഓനക്ക് എന്തിൻ്റെ ഒരു കുറവാണുള്ളത്. നല്ല വീടുണ്ട്, വലിയ വാഹനമുണ്ട്, ക്യാഷുണ്ട്, ഷോപ്പുണ്ട്, നല്ല ദീനീച്ചിട്ടയായ ആളാണ്. അത് മാത്രമല്ല പിന്നെ സൗന്ദര്യമുണ്ട്, നല്ല പക്വത ഉണ്ട്, എല്ലാം അടങ്ങിയതാണ്. അങ്ങനത്തെ ഒരു ചെക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ആങ്ങളോട് പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് സംഭവങ്ങളൊക്കെ ഇതാക്കിയത്. പിന്നെ ഞങ്ങളും വിചാരിച്ചിട്ടോ,
സംഭവം ഇത് അങ്ങനത്തെ ഒരാൾക്ക് ഇഷ്ടമായിരിക്കും, നല്ല ആളും അല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളെ മനസ്സിലൊക്കെ പൂതി ഉണ്ടായിരുന്നു ഷമ്മാസിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു ദിവസം ഫോട്ടോ വന്നു ഓൻ്റെ ഫോണിൽ നിന്ന് അങ്ങനെ ഫോട്ടോ. അപ്പോൾ മനസ്സിലായി ഓൻ തന്നെ വിട്ടതായിരിക്കും എന്നൊക്കെ. പിന്നൊക്കെ അല്ല അറിഞ്ഞത് ഓള് വിട്ടതാണ്, ഓനിതോട് താല്പര്യമില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോളും കുറച്ച് ആഗ്രഹിച്ചീനു നിങ്ങളെ മോനെ ആഗ്രഹിക്കാൻ. അന്ന് അറിയില്ലല്ലോ ഇതൊന്നും. പിന്നെ പറഞ്ഞിട്ടു നുസൈബാനെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അതിലിങ്ങോട്ട് ഓളൊരു ഇളക്കിളകിയിട്ട് ആ രണ്ടാം കെട്ടുകാരിയെ കെട്ടാനേ തീരെ നാണല്ലാത്ത ആൾക്കാരാണ് പുത്തൻ വീട്ടുകാർ. അല്ലെങ്കിൽ ഒരാൾ കെട്ടി ഒഴിവാക്കിയതിനെ മറ്റൊരാൾ കെട്ടുമോ? സ്വന്തം അനിയൻ തീരെ കെട്ടാത്ത നല്ല സുന്ദരനായ ഒരു അനിയൻ ഷമ്മാസ് കെട്ടിച്ചൊഴിവാക്കിയ മൂത്തച്ഛനെ കെട്ടുക. അയ്യേ എന്ത് നാണക്കേടാണത്. അന്നവൾ പറഞ്ഞതായിരുന്നു ഒരിക്കലും ഓലെ സമ്മതിക്കൂല ജീവിക്കാനെന്ന്. പക്ഷേ ഓലിപ്പോഴും റാഹത്തോടു കൂടി ജീവിക്കണില്ലേ, ഓരോ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ. ഇവള് എന്തൊക്കെ കാട്ടിക്കൂട്ടിയതെന്നോ ഇവള് പറയണേ, ഞാൻ എവിടെങ്കിലും പോയിട്ട് ഓലെ ജീവിതം ഓൻ്റെ കൂടെ ഓള് ജീവിക്കാൻ പാടില്ല, പറ്റൂല, എനിക്കിഷ്ടമല്ല. അങ്ങനെ വരെ എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു ഇവിടെ. ഞാൻ വിചാരിച്ചു ചെയ്ത് പഠിച്ചോ ഇത് എന്താ മാനസികമുണ്ടോ വിചാരിച്ചിരുന്നു. അങ്ങനെയായിരുന്നു. ഓളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓളേതൊരു കൂട്ടുകാരി ഉണ്ട്, ഒരു ജാതി പമ്പറന്നോളാണത്. ആർക്കൊക്കെ വിളിച്ചിട്ട് എടി അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കേട്ടത് ഇങ്ങനെ തോന്നുന്നുണ്ട്. അന്ന് അങ്ങനെയൊക്കെ തന്നെയാനോ. പിന്നെ ഓള് ഓരോതിലിങ്ങനെ എനിക്ക് പറയാതിരിക്കുക നല്ലത്. ഓളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ദോഷം കിട്ടും. അങ്ങനെ ഒരു സൃഷ്ടി അല്ല എന്താ. ഏതായാലും നിങ്ങളെ മരുവന്നെയും പേര് കേൾപ്പിച്ചു അല്ലേ. ഓൾക്ക് അന്നെ ഉള്ളു പറയായിരുന്നു നല്ല സോലിഹായ മരുമകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്നൊക്കെ. അന്നെ ഓളെ മനസ്സിലുണ്ടേക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചീത്തപ്പേര് കേൾപ്പിക്കണമെന്ന്. എന്തൊക്കെ തന്നെയാലും റാഹത്തായില്ലേ, ഓള് വിചാരിച്ച പോലെയൊക്കെ തന്നെ ആയില്ലേ. പക്ഷെ ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഓളിതാ അങ്ങനൊരു മെസ്സേജ് അങ്ങോട്ട് ഇങ്ങനെ ഓഡിയോ ആക്കി കണ്ട് എല്ലാവരുടെയും ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. അതാണ് ഓളെ പണി. മനുഷ്യന്മാരെ ഒരു മനുഷ്യനെയും വെറുതെ വിടാത്ത രീതിയിൽ. ഉമ്മ അതെല്ലാം കേട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്തപ്പോൾ ചെയ്യുക, ഏതായാലും ഇവിടെ നിന്നുണ്ട് കഴിച്ചില്ലേക്കണ്, എന്നാലും ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതും വല്ലാത്തൊരു അതാപന്നെയാണ്, വല്ലാത്തൊരു ഇടങ്ങാറന്നെയാണ് ഓളി കയറി വരുന്നത്. എൻ്റെ കുട്ടികളെ തെരി തന്നാ നാൾ വന്നത്. ആ പിന്നെ നിങ്ങളൊന്നൊരു കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മോനും എൻ്റെ മരുവളും കുട്ടികളും ഗൾഫ് പോയിക്കണ്. ശരിക്കും അതാ അവളുടെ നാത്തൂൻ അത് കേട്ട് ഞെട്ടി. എന്ത്? ആ സൗദി ഉണ്ട് പുതിയ മരുവളെ പേര്. അപ്പം നവാസിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടു. പക്ഷെ അവർ ഓല് പോയി, ഓലിപ്പോൾ ദുബായിലാണ്, ഓല് പോയിക്കണ്. ഇനിയിപ്പോൾ അവൾ നാത്തൂനോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അത് പറഞ്ഞത്. അത് ശരി. എത്ര സുഖമായിരുന്നു ഫസീലാക്ക് അവിടെ അല്ലേ, എത്ര സുഖമായിരുന്നു. ഓൾ എന്ത് മട്ടത്തിലായിരുന്നു അവിടെ നിന്നേണ്ടത്, ജീവിച്ചില്ല. ഓൾ ഗൾഫിലേക്ക് പോവുക വരിക അതന്നെയായിരുന്നു ഓളെ പണി. കുട്ടികളെ വരെ ഡെലിവറിയും കാര്യങ്ങളും അതും അവിടുന്നായിരുന്നു. എന്തായാലും ആ പെണ്ണിനൊന്ന് നല്ല മട്ടത്തിൽ ആ ചെക്കൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഓൾക്ക് ഇപ്പോൾ ഗൾഫിൽ ജീവിക്കായിരുന്നു. എന്താന്നില്ലേ, എനിക്ക് ഗൾഫിൽ ജീവിക്കാൻ നല്ല പൂതിയായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് കുറച്ച് നിന്ന് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ആ ഒരു പൂതി ഇട്ടിട്ടില്ല. ഓൾക്ക് എന്ത് സുഖമായിരുന്നു അവിടെ. ഗൾഫിലൊന്നും നമ്മളെ ഇവിടുത്തെ പോലല്ലല്ലോ. നമ്മളെ വീട്ടിൽ അത്ര പണി ഉണ്ടാവില്ല, വീടധികം നന്നാക്കാൻ ഉണ്ടാവില്ല, മുറ്റടിക്കാൻ ഉണ്ടാവില്ല, കുറേ പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവില്ല, ചെറിയ റൂമും കിച്ചണും ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണല്ലോ. ഫ്ലാറ്റിലൊക്കെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അത്ര സുഖത്തിലുള്ള ജീവിച്ചതായിരുന്നു. ഇപ്പോൾ ഓൾക്ക് എന്തായി, ഒന്നുമില്ലാത്ത പോലായി. അതന്നെ പറഞ്ഞത്, കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആണുങ്ങളെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാട്ടാനും പറയാനും പാടില്ല. ഇപ്പോൾ ആ പെണ്ണ് രക്ഷപ്പെട്ടില്ലേ. ഓൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഓൻ്റെ കൂടെ തന്നെയാണ്. പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. വിസിറ്റിങ്ങിനേക്കില്ലേ. ഞാൻ പറഞ്ഞു വിസിറ്റിങ്ങിന് ആയാലും വിസ പുതുക്കാൻ പറഞ്ഞിരിക്കണ്, അവിടെ നിന്നോട്ടെ. ഇപ്പോൾ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കഴിയും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതന്നെയല്ല. എൻ്റെ മക്കളും എൻ്റെ മരുക്കളും സമാധാനത്തിൽ ജീവിച്ചാൽ മതി, അതേ എനിക്കുള്ളൂ. ആദ്യം ഫസീല ഗൾഫിൽ പോകുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും അവളെ തടഞ്ഞിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഓല് പോകും വരും. ഒരു മാസം ഇവിടെ നിന്നെങ്കിലായി പോകും. നിന്നാലൊറ്റ ഓളെ നമ്മൾ കാക്കലും ഇല്ല കേട്ടോ. ഓൾ അടുക്കളയ്ക്കൊന്ന് വരാൻ കാക്കുക അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഓളുണ്ടാക്കിയിട്ട് നമ്മൾ തിന്നോ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു പൂതി എനിക്കില്ലേനും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം ഞാനൊരു ദിവസം വെച്ചുണ്ടാക്കാതെ നിന്നാൽ എനിക്ക് എന്തേലും പനിയോ എന്തേലും പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഓള് നീച്ചൂല. ഓള് എന്താട്ടും വേയാണ്ട് ഓർഡർ ചെയ്യും ഫുഡ്. അപ്പോൾ ഇതിന് ഡെലിവറി ബോയ് ഒന്നിങ്ങനെ ബെല്ലടിക്കും.
അങ്ങനെ സാധനം കൊണ്ടുവരും, ഓള് മേലക്കാണ്ട് പോവും, ഓളങ്ങനെ തിന്നും, ബാക്കി എന്തെങ്കിലും ഇവിടെ കൊടുന്നിടും. അതന്നെ, അതാണ് ഓളെ പരിപാടി. അപ്പോൾ ഞാൻ വല്ലാതെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിരുന്നു ഓളെ കൊണ്ടും. ഇപ്പോൾ എന്തായി, ഓൾക്ക് ഒന്നുമില്ലാത്ത രീതിയിലായി. ഇപ്പോൾ അയാൾ എപ്പോഴാവും ഇട്ടെറിഞ്ഞോളെ പോലെ. പക്ഷെ ഓള് കുട്ടികളെ ചോദിച്ച് വരുന്നുണ്ട്. കുട്ടികൾ ഒരിക്കലും ഓൾക്ക് ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. കാരണം ഇട്ടെറിഞ്ഞ് പോയതാണ് മക്കളെ. ഇട്ടെറിഞ്ഞ് ഭർത്താവിനെയും മക്കളെ ഇട്ട് വേറെ ആൾക്കാരെ കൂടെ പോകുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടേനോ, തിരിച്ച് വരേണ്ടി വരുന്നു. ഇപ്പോൾ ഓൾക്ക് എന്തൊക്കെയോ അറിയില്ല, എന്തോ ഉണ്ട്. ഇപ്പോൾ സൗദിനെ കെട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ, സൗദ എന്ന് വെച്ചാൽ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ്, അഹങ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പെൺകുട്ടി. ഓൾക്കെന്ന് വെച്ചാൽ ഒരു പാവം പെണ്ണ് തന്നെ പറയാം. കുട്ടികളൊക്കെ നല്ല മട്ടത്തിൽ നോക്കും, അങ്ങനെയൊക്കെ. ഓൾക്കിപ്പോൾ ഒരു നല്ല ജീവിതം കിട്ടി. ശരിക്കും അത് ആ ഫസീലയുടെ നാത്തൂന് അതെല്ലാം കേട്ട് ഞെട്ടിപ്പോവുകയാണ്. ഓ, അങ്ങനെയൊക്കെ ആയില്ലേ, ആ ഫസീലാൻ്റെ ഒരു ബുദ്ധിമോശമാണത്. അത്രക്കും നല്ലൊരു ഭർത്താവിനും മക്കളെ കിട്ടുകാണ്ട് ആണത്തില്ല ആണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഒരു ദിവസം ഞാൻ തന്നെ ചോദിച്ചാണ് ഓളോട്, അല്ലടി ആണല്ലാതെ പിന്നെ എങ്ങനെ എനിക്ക് കുട്ടികളുണ്ടായത് ചോദിച്ചു. ഞാൻ ചോദിച്ചതന്നെയാണത്. എപ്പോഴും ഈ കുറ്റം ഇങ്ങനെ പറഞ്ഞിട്ടേ ഉമ്മാക്ക് അതെല്ലാം കേട്ടപ്പോൾ ദേഷ്യമാണ് വന്ന്. റബ്ബെ, ഒരിക്കൽ പോലും ആ പെണ്ണിനെ ഇങ്ങോട്ട് അടുപ്പിക്കരുതേ അല്ലാ. പിന്നെ ഞങ്ങൾ ഡൈവേഴ്സിനുള്ള നോട്ടീസൊക്കെ അയച്ചേക്കണം കേട്ടോ. ഫസീലയുടെ നാത്തൂൻ വീണ്ടും ഞെട്ടി. അത് ശരി. എന്നിട്ട് ഓളിങ്ങോട്ട് തിരിച്ചേക്കാം, ഞങ്ങൾ കോടതിയിൽ പോവാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ വേണ്ടി വന്ന് കയറുക, ഓരോ ചീത്തപ്പേരുണ്ടാക്കുക, കുടുംബം മുഴുവൻ നാറ്റിക്കുക, ഇതൊക്കെയാണ് ഓളെ പണി. അപ്പോൾ ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ വൈകിക്കണമൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് ഡൈവേഴ്സിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഓളെ ഒരു ഒപ്പും കൂടി കിട്ടിയാൽ കഴിച്ചിലായി. പക്ഷെ ഓൾ ഇട്ടിരുന്നില്ല. അങ്ങനെ തന്നെ ഓള് നല്ല തൻ്റെ ഇടക്കാരത്തിയാണ്, അങ്ങനെ വിട്ടു വെച്ച് കൊടുക്കൂല. കാരണം ഓളെ മക്കളുണ്ട് ഇവിടെ, മക്കൾക്കുള്ള അവകാശവും ഒക്കെ വാങ്ങിയിട്ട് തന്നെ പോകണമെങ്കിൽ ഓള് പോവുള്ളൂ. എന്നാലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഓള് ശരിയാവില്ല. എൻ്റെ മോനക്ക് ഞോളെ പറ്റൂല ഒരിക്കൽ പോലും. എന്നാൽ ശരി കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. നാത്തൂൻ ഫോണ് കട്ട് ചെയ്തു. ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് ഫസീലയുടെ നാത്തൂന്. നല്ലൊരു ഇതായിരുന്നു. ഓളായിട്ട് ആ ഒരു പെമ്പർ നമുക്ക് തീരെ ഒരു ബുദ്ധിയും കഥയില്ലെങ്കിൽ എന്താ, നല്ലൊരു ബന്ധമാണ് ഒഴിവാക്കി. ഇപ്പോൾ ദാ രണ്ടാമത് കെട്ടി ഓന് ഗൾഫിലും കൊണ്ടുപോയി. അങ്ങനെയാണ് ഭാഗ്യവതികൾ. ഈ ഭാഗ്യം കെട്ട പെണ്ണുങ്ങളിതാ അങ്ങനെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അവളുടെ ആങ്ങൾ അങ്ങോട്ട് കയറി വരുന്നു. എന്താടേ ഇവിടെ ഇങ്ങനെ ഫോണും പിടിച്ചിരിക്കണത്? ഒന്നുമില്ല, നിങ്ങളെ കാര്യം ആലോചിച്ചിട്ടേ. എന്തേ, നിങ്ങൾ അറിഞ്ഞിക്കണോ നവാസ് വേറെ പെണ്ണെട്ടിയത്? പറഞ്ഞു കേട്ടിന്. പിന്നെ പോളെ പ്രവൃത്തിക്ക് ഇങ്ങനെ പെണ്ണ് കെട്ടാതെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക ആ കുട്ടികളായിട്ട്. അത് മാത്രമല്ല, ഓൻ ഗൾഫ് കൊണ്ടേക്കണല്ലോ ഓലെ. അല്ല, ആണോ? ശരിക്കും പറഞ്ഞാൽ ആങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. നിങ്ങളെന്താ ആലോചിക്കണേ? എൻ്റെ പെങ്ങളെ ഒരു തല തിരിഞ്ഞ ബുദ്ധിയാണല്ലോ ഇതിനൊക്കെ കാരണം. അവൾക്ക് അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ അവൾക്ക് എന്ത് സുഖമായിരുന്നു അവൻ്റെ കൂടെ ജീവിതം, കാര്യങ്ങളൊക്കെ. ആശയല്ല ഇപ്പതാ ഏതോ ഒരുത്തൻ്റെ കൂടെ. എനിക്ക് നാണം കെട്ട പരിപാടിയാണ് ഓള് ചെയ്യണത്. അത്രക്കും നീചമായിപ്പോയി ഓള്. ഇപ്പം എന്തായി? ആദ്യമൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പാലാണ്, തേനാണ്, മോരാണ് എന്നൊക്കെ പറഞ്ഞോളെ തലയിൽ വെച്ചു അല്ലേ. ഓളങ്ങനെ ചെയ്യൂലല്ലോ, ഓളങ്ങനല്ലല്ലോ. പക്ഷെ അന്ന് തന്നെ ഓൾക്ക് ഈ ഉള്ളിൽ കൂടെയുള്ള കളിയുണ്ട് നല്ലോണം. എനിക്ക് നന്നായിട്ടറിയാം. ചുരുക്കി പറഞ്ഞാൽ നാടൻ മലയാളത്തിൽ പറയണമെങ്കിൽ തന്ത്രം ചാടി എന്നൊക്കെ പറയും. അതുതന്നെയാണ് ഓളെ സ്വഭാവം. കാരണം ഒരു രീതിക്കും മനുഷ്യന്മാർ വെറുതെ വിടൂല. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഓള് കണ്ടറിഞ്ഞ് പോകുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഓള് തിരിച്ചു പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പറയണ്ട, കിട്ടാനുള്ളത് കിട്ടിയല്ലോ. ആ പെണ്ണേതായാലും ഭാഗ്യവതി, അവൻ്റെ കൂടെ അവിടെയൊക്കെ പോയി ജീവിക്കാമല്ലോ നല്ല രീതിയിൽ. ഇവളിവിടെ കിടന്ന് നിരകിക്കുമായിരിക്കും. അല്ല എന്താ, നിരകിക്കോള്, നോക്കിക്കോളി നിങ്ങൾ. നിരകിക്കൽ തന്നെ ഇക്കാരം. കാരണം അത്ര മനുഷ്യന്മാരെ ആ ഷമ്മാസിൻ്റെ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങളെ ഭർത്താവ് എന്തോ ഒരു നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണല്ലോ. അതിൻ്റെ പേരിൽ വരെയാണ് ആ ഒരു അവിഹിതം പറഞ്ഞുണ്ടാക്കിയത്. അവിഹിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത്രക്കും ഒരു മോശമായ രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ അത്രക്കും ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. ആ ഒരു ഇതാണ് അയാളെ പേരിൽ, അത് നല്ലൊരു മനുഷ്യൻ്റെ പേരിൽ ഓള് വെച്ച് കെട്ടി ഉണ്ടാക്കിയത്. എത്ര ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആർക്കും വിശ്വാസമില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആരും ഒന്നും തന്നെയെന്ന് ചോദിക്കൂലേ. അത്രക്കും നീചമായ സ്വഭാവമാണ് അവളുടെ ഇത്.
ഇനി ഞങ്ങളോട് ആദ്യം പറഞ്ഞുതരാം, ഇങ്ങോട്ട് കയറ്റരുതിട്ടോ ഓളെ ഒരിക്കലും. ഒരിക്കലും കയറ്റരുത്. അവൾക്ക് അത്രക്കും സ്വഭാവം അവളുടെ മോശമാണ്. ഇനിയിപ്പോൾ ഇതാ എന്നെക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണം എനിക്കറിയില്ല. സ്വന്തം ഭർത്താവിൻ്റെ പെങ്ങളെ കൊണ്ട് ഒക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കണ്. ഇപ്പോൾ തന്നെ എന്നെക്കൊണ്ട് സ്വന്തം ആങ്ങളുടെ ഭാര്യയെ കൊണ്ട് പറഞ്ഞുണ്ടാക്കാൻ ഓൾക്ക് ഒരു മടി ഉണ്ടാവില്ല. അതുകൊണ്ട് വേണ്ട, ഓളുകൊണ്ട് അടുപ്പിക്കാനേ പാടില്ല. അത്രയ്ക്ക് ഇബ്ലീസിൻ്റെ കട്ടയാണത്. ഫസീലിയതാ നേരെ ആങ്ങളെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ആ ഇക്ക, എവിടെ നിങ്ങൾ? ഇക്ക, എന്താ ഫസീല, നിനക്കൊന്ന് അടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ? എന്തിനാണ് ഈ മനുഷ്യനിങ്ങനെ ഇടങ്ങാറാക്കുന്നത് മനുഷ്യന്മാരെ? എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് നീ ഓരോരുത്തരെ നല്ല ആളുകളെ കേടുവരുത്തുന്നത്? ആളുകളുടെ ഇടയിൽ എന്ത് വിചാരിച്ചിട്ട് നീ നാറ്റിക്കണത്? നിനക്കതുകൊണ്ട് എന്താ കിട്ടിയത്? നിനക്കതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഒരു മനുഷ്യനെ വരെ നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഇടങ്ങാറാക്കിയില്ലേ? വല്ലാത്തൊരു എന്താ ഫസീല എനിക്ക് പറ്റുക? എനിക്കെന്ത് ഭ്രാന്താണ്? എന്നെ ജയിലിൽ അടക്കണോ ഞാൻ? എൻ്റെ കൈ കൊണ്ട് നീ ജയിലിൽ പോട്ടോ, ഈ നോക്കിക്കോ. ഇക്കാക്ക, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അത് നിങ്ങൾ കാണായിട്ടാണ്. അയാൾ എന്നെ കുറേ ദിവസമായിക്കണ്. ഫസീലയ്ക്ക് മിണ്ടരുത്. എൻ്റെ വാക്ക് ഒട്ടും എനിക്ക് വിശ്വാസമില്ല. നീ അത്രക്കും ചീപ്പാളാണ്. ഇക്കാക്ക പറയല്ലേ, നിങ്ങളെങ്കിലും എൻ്റെ ഭാഗത്ത് നിൽക്കി. അയാളെ ഒന്നും രണ്ടും പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യങ്ങളിലായിട്ട് എന്നെ പീഡിപ്പിക്കാനൊക്കെ നോക്കിക്കണ്. ഫസീല മിണ്ടരുത്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി. അതേ, കേൾക്കണേ കേട്ടോ. നിൻ്റെ ഭർത്താവുണ്ടല്ലോ, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ ജീവിക്കാതെ ഇങ്ങോട്ട് പോന്നു. പക്ഷേ നിൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കെട്ടി അവർ ദുബായിൽ സുഖമായി ജീവിക്കാണിപ്പോൾ. അധികം മറക്കണ്ട, എൻ്റെ നഷ്ടങ്ങളാണിതൊക്കെ. നിൻ്റെ ചെപ്പക്കുറ്റിക്ക് അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്. ഞാൻ കുറേ താലോലിച്ചു എന്നെ. പക്ഷേ സ്നേഹമുള്ള പെങ്ങൾ എൻ്റെ പെങ്ങളില്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നീ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അനുഭവിക്കുന്നീയെ, നിൻ്റെ കെട്ടിയോനും അവൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും കൂടെ സുഖമായി ജീവിക്കാനടി അങ്ങ് ദുബായിൽ. അവർക്ക് സുഖത്തിലുള്ള ജീവിതങ്ങൾ ഉണ്ടായിട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നീ അനുഭവിച്ചോ. എല്ലാം കണ്ടും കേട്ടും നീ അനുഭവിക്ക്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ളവർക്ക് വിജയം ഉണ്ടാവില്ല. ഈ നോക്കിക്കോ, ഓരോ മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാനും ബുദ്ധിമുട്ടിക്കാനും ഓരോ കളവും ചതിയും വഞ്ചനയും. ഫസീല, എൻ്റെ മക്കളോടൊപ്പം എനിക്ക് കുറച്ചു കാലം കൊണ്ട് ജീവിക്കണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രം ഞാൻ നിന്നെ കൊല്ലുന്നില്ല. അല്ലെങ്കിൽ നിന്നെ കഴുത്ത് ഞെരിച്ച് ഞാൻ പുഴയിൽ തന്നെയാണ്, ജയിലിൽ പോയാലും വേണ്ടില്ല. ആങ്ങളെ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇക്കാക്ക നിങ്ങളും എന്നെ വെറുത്തോ? എനിക്ക് നിങ്ങൾ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താണ്. നീ ആരെ കൂടെയാണ് ജീവിക്കുന്നത്? അതെ, അദ്ദേഹം എന്നോട് ഇപ്പോൾ പഴയ പോലെ പെരുമാറുന്നില്ല. അയാളും എന്നെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിന്നെ ആരും വെറുക്കാതിരിക്കില്ല. നിനക്കുള്ള ശിക്ഷ വരാതിരിക്കണേ ഉള്ളൂ. ഫസീല, അനുഭവിക്കും, നോക്കിക്കോ. എല്ലാത്തിനും എണ്ണി നിന്നോട് ചോദ്യം ചോദിക്കും. അനുഭവിക്കാതെ ഈ ദുനിയാവിന്ന് പോകാൻ കഴിയില്ല കേട്ടോ. ഓർത്തോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത്രക്കും വലിയ വലിയ പാപങ്ങളാണ് നീ ചെയ്തു കൂട്ടിയത്. ഓരോ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക, ഇടങ്ങാറാക്കുക, പ്രയാസപ്പെടുത്തുക പാടില്ല. അങ്ങനെയൊന്നും നിനക്കറിയില്ലേ? ഇക്കാക്ക, വേണ്ട, ആ വിളി നീ എന്നെ വിളിക്കണ്ട ഒരിക്കലും. നീ എൻ്റെ പെങ്ങളെ അല്ല. അങ്ങനൊരു പെങ്ങൾ എനിക്കില്ല. ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ ആങ്ങള ഫോൺ കട്ട് ചെയ്യുന്നു. ഫസീല മോങ്ങി കരയുന്നു. എല്ലാവരും എന്നെ കൈവിട്ടോ? എല്ലാവരും കൈവിട്ടു പോയോ? എൻ്റെ മക്കളെങ്കിലും എനിക്ക് കിട്ടണം, അല്ലാതെ പറ്റൂല. ഫസീല ഉറക്കെ കരയുകയാണ്. എന്നാൽ അവൾ കൂടെ ജീവിക്കുന്ന ആള് അവളോട് പറഞ്ഞു, എന്താടി മോങ്ങുന്നത്? പിന്നെ നീ എൻ്റെ കുടുംബത്തിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്താ, നീ എന്തിനാ എൻ്റെ വീട്ടിൽ പോയത്? നീ അവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതെ, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇല്ല, നീ വെറും കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യയോടൊക്കെ നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് നിൻ്റെയൊക്കെ പ്ലാനിങ്? പെട്ടുപോയി. ഒരിക്കലും ഞാൻ ഇനി നിൻ്റെ കൂടെ ജീവിക്കാനില്ല. നീ ഒറ്റയ്ക്ക് ജീവിച്ചോ, അതാ നല്ലത്. അയാളതാ തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. ഫസീല കരഞ്ഞുകൊണ്ട് പിന്നാലെ. അതേ, പോവരുത് ഷാജി, പോവരുത്. എന്തിന്? നിൻ്റെ ഈ ദുഷ്ടബുദ്ധിയുടെ കൂടെ ഞാൻ ഇത്രയും കാലം ജീവിച്ചല്ലോ, അത് ഞാൻ പശ്ചാത്തപിക്കുകയാണ്. എൻ്റെ ഭാര്യയും മക്കളും ഉണ്ടായിക്കൊണ്ട് ഏത് നിമിഷത്തിലാണ് നിൻ്റെ കൂടെ ഇറങ്ങി പോരാൻ തോന്നിയതെന്ന്
എനിക്ക് അറിയുന്നില്ല, ഞാനൊരു മണ്ടനായിപ്പോയി. നിന്റെ കൂടെ ജീവിക്കാൻ ധൈര്യം കാണിച്ച ഒരു മണ്ടനായിപ്പോയി ഞാൻ പശ്ചാത്തപിക്കാണ്. ഇനി എൻ്റെ മുമ്പിലേക്ക് വരരുത്, നിന്റെ മുഖം എനിക്ക് കാണണ്ട. അത്രക്കും ദുഷ്ടയായ സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫസീല കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാം പോയി, എല്ലാം പോയേ. എൻ്റെ മക്കളെങ്കിലും എനിക്ക് കിട്ടണം. അതിനു വേണ്ടി എനിക്ക് കോടതിയിൽ പോകണം. എന്തായിരിക്കും ഇനി ഫസീലയുടെ പ്ലാനിങ്? സ്വന്തം ആങ്ങള വരെ അവളെ പെങ്ങളല്ല എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു. കാരണം അവളുടെ പ്രവൃത്തി കൊണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.